നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്ലാരിറ്റി കുറവാണ്, രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസിലെ ശരണ്യയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വസ്ത്രധാരണം എന്ന് പറയുന്നത് മലയാളികൾക്ക് പൊതുവേ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട് ഒരു പണ്ട് മുതലേയുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിനനുസരിച്ച് മാത്രമേ പെൺകുട്ടികൾ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ എന്നൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം മലയാളികൾ പണ്ട് മുതലേ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ട് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മറ്റുള്ളവരെ ബോറടിപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിന് ആകർഷകമാകുന്ന രീതിയിൽ മാത്രമേ നമ്മൾ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺസെപ്റ്റിനനുസരിച്ച് മാത്രമേ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. അതൊക്കെ പഴഞ്ചൻ ചിന്താഗതി മാത്രമാണ്. കാരണം ഇന്നത്തെ പെൺകുട്ടികൾ ഒരുപാട് എല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യേണ്ടാമെന്നും വ്യക്തമായ ധാരണയുള്ളവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു ഫെമിനിസ്റ്റായിട്ട് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ശരണ്യയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട് വളരെയധികം വിമർശനം ശരണ്യ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റഡായി കഴിഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ശരണ്യയെക്കുറിച്ച് പറഞ്ഞാൽ, ശരണ്യ ബിഗ് ബോസ് സീസൺ 6 തീരെ ആക്റ്റീവ് അല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പവർ റൂമിൽ കയറിയത് മുതൽ ശരണ്യ വളരെയധികം ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ശരണ്യ എവിക്റ്റഡായി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ശരണ്യയുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത്, ശരണ്യ വളരെ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ശരീരത്തിനോട് വളരെ ഇഴുകിച്ചേർന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ട്. അത് വളരെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഗൈസ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അവരവർക്കുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ? അതിൽ നമ്മൾ എന്താണ് ഇത്ര വിമർശിക്കാനുള്ളത്? അവർക്കിഷ്ടമുള്ളത്, അവരുടെ ശരീരത്തിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ അവർ ധരിച്ചോട്ടെ. അതിൽ നമ്മൾ എന്തിന് മലയാളികളായിക്കോട്ടെ ജനങ്ങളായിക്കോട്ടെ എന്തിനാണ് ഇത്രയധികം ഒരാളെ വിമർശിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, പണം സമ്പാദിക്കുന്നത്, നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്യന്തികമായി എല്ലാത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷമാണ്. അപ്പോൾ ഒരാൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സന്തോഷിച്ചോട്ടെ, അത് നമ്മൾ എന്തിനാണ് അതിൻ്റെ ഇടയിൽ കിടന്ന് കൈകടത്തുന്നത്? അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. ഓക്കെ, ബൈ ബൈ, ടാറ്റ. ഇതിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം, എന്ത് വേണമെങ്കിലും അഭിപ്രായം പറയാം. ബൈ ബൈ.